കാണൂ സഖാക്കളെ, പയറിൻ്റെ അവസ്ഥ ഉണ്ടോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണണ്ടേ? അച്ചു അച്ചു എവിടെ? അച്ചു എവിടെ? എവിടെ അച്ചു? എവിടെ? ഇതേ ഇവിടെ നോക്കിയേ, വാല് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങോട്ട് മുകളിലേക്ക് നോക്കി. അച്ചു അച്ചുവിന് ഈ ഒരു നേരമാകുമ്പോൾ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കണം. ഈ നേരമാകുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ബട്ട് എടാ ഇങ്ങോട്ട് പാടാ. നീ അവിടെ പോയി നിന്ന് എങ്ങനെയാ ആൾക്കാർക്ക് കാണാൻ പറ്റണേ? ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ കഴിക്കണ സമയത്തും പുള്ളിക്കാരന് പിന്നെയും വേണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തേ കൊടുക്കുന്നുള്ളൂ. അച്ചോ അച്ചോ അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇന്നൊരു അച്ചുവിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേറൊന്നുമല്ല ഗായ്സ്, അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു പൂച്ചേനെ കെട്ടിടരുതെന്ന്. പൂച്ചേനെ കെട്ടിടരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പുറത്തു പോയി അടി ഉണ്ടാക്കുന്ന പൂച്ചേനെ നമ്മൾ പിന്നെ കെട്ടിടാണ്ട് എന്ത് ചെയ്യും അല്ലേ? കണ്ട, സമാധാനത്തെ ഒരു വീഡിയോ എടുക്കാനും പറ്റില്ല. വെയിറ്റ് ചെയ്യമ്മ. അപ്പോൾ ലൈവായിട്ട് കാണാൻ പോക്കോ, കണ്ടോട്ടാ എന്താണെന്ന്. നമ്മുടെ ആള് അവിടുത്തെ കാളിപ്പൂച്ചനെ നോക്കട്ടെ. കാലില്ല അതെ. യെസ്, ഇതാണ് ഞാൻ ലൈവായിട്ട് കാണാൻ. യെസ്, അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിത് അമ്മ കണ്ടു കഴിഞ്ഞ് എന്നെ മിക്കവാറും സൂപ്പാക്കും. കണ്ടോ, ഇതാണ് ലൈവായിട്ട് പയറ് കഴിക്കുന്ന പൂച്ചാട. എൻ്റെ മുഖത്തൊന്നും പിടിച്ച് കടിച്ചേക്കല്ല കേട്ടോ, പയറാണെന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞു അത് കഴിഞ്ഞു. ഇതണ്ട പയറിൻ്റെ അവസ്ഥ. കാണൂ മക്കളെ, കാണൂ സഖാക്കളെ, പയറിൻ്റെ അവസ്ഥ ഉണ്ടോ? കഴിഞ്ഞു. ഇനി ഇതിനുള്ളത് മിക്കവാറും എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഹലോ, അമ്മ എന്തിട്ടത്? സമാധാനമായിട്ടൊരു വീഡിയോ എടുക്കാനും പറ്റൂല. അപ്പോൾ ഗൈസ്, ഏകദേശം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കൊളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നല്ലതാക്കി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.